ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിക്ക് ഈ മുറിവൈദ്യന്മാർ നൽകുന്നത് പോലെ എവിടുന്നോ ഉള്ള അറിവിൻ്റെ ഭാഗ്യമായി ഒരു വൈദ്യശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ രാഹുലും കൂട്ടരും ഏതെല്ലാമോ മരുന്ന് കൊടുത്തു. ആ മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായി ഈ കുട്ടി പിന്നീട് ഡോക്ടറെ സമീപിക്കേണ്ടി വന്നപ്പോൾ ആ ഡോക്ടർ ചോദിച്ച ചോദ്യം നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത് എന്ന ചോദ്യം ചോദിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മരണപ്പെട്ടാൽ പോലും കുഴപ്പമില്ല, താൻ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ പോലും പെരുമാറിയതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ ഇനിയും നമ്മൾ ന്യായീകരിക്കുന്നതിന് പകരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരം വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുന്നവർക്ക്, ആ അതിജീവിതകളായി മാറുന്ന ആളുകൾക്ക് അവർക്ക് അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താനുള്ള ഒരു മരുന്ന് ലഭിച്ചിട്ടില്ല. സജീഷ്, അങ്ങനെയുണ്ടോ? അതായത് അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെയുണ്ടോ പരാതിയിൽ? അല്ല, ഞാൻ ഇപ്പോൾ നമ്മൾ ഈ മറ്റൊരു ചാനലിൽ വന്ന ഒരു വാർത്ത ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടവേളയുടെ സമയത്ത് കണ്ടതാണ്. അപ്പോൾ അത് മറ്റൊരു ചാനൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ വിവരം കിട്ടുമായിരിക്കും. അപ്പോൾ ആ നിലയിലുണ്ടായി എന്നതുൾപ്പെടെ പറയുന്നത് ഞാൻ പറയട്ടെ രാഹുലെ, നമ്മളിതിൽ തർക്കിക്കാനൊന്നും ഞാനില്ല. താങ്കളുടെ ഒരു വാദത്തിനോട് തർക്കിക്കാനോ മറ്റു കാര്യത്തിനോ ഞാനില്ല. മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ ഡിബേറ്റ് പോലെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഞാനില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രീ അനൂപ് സൂചിപ്പിച്ച കാര്യങ്ങളാണ്. ഞങ്ങൾ മാതൃകാപരമായി നിലപാട് സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. ആര് മാറ്റി അനൂപെ? ശ്രീ അനൂപ് എനിക്ക് ബഹുമാനമുള്ള ആളാണ്, എൻ്റെ സുഹൃത്തുമാണ്. ആരാണ് മാറ്റിയത്? അദ്ദേഹം പറയണ്ടേ. മാറ്റി എന്നല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഒഴിവാക്കി എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ പറയുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തിയാണ് എന്ന്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്നു ഞാൻ ഒഴിവാക്കിയതാണ്. ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ മാറ്റിയതാണോ നിങ്ങൾ ഒഴിവാക്കിയത്? അദ്ദേഹം പറയുന്നത്, രണ്ടുപേർ പറയുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി പറയുന്നതാണോ ഈ രാഹുൽ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ മാറ്റിയിട്ടില്ല, ഞാൻ സ്വമേധയാ ഒഴിഞ്ഞതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് രാജ്യത്ത് ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം ഭരണഘടനയുണ്ട്. ഭരണഘടന ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂ. RSSന് പോലും ഭരണഘടനയില്ല എന്ന് പറഞ്ഞിട്ട് നിരോധനം നീക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തർക്കമുണ്ടായ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഭരണഘടന വേണം. കോൺഗ്രസിൻ്റെ ഭരണഘടന ഒരു പൊതുരേഖയാണ്. ആ രേഖയ്ക്കകത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 114 പ്രകാരം അതിലെ പേജ് 51 ക്ലോസ് 6 അനൂപിന് നന്നായിട്ട് അറിയാമല്ലോ, എന്നേക്കാൾ നന്നായിട്ട് അറിയാമായിരിക്കും. അതിനകത്ത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നില്ലെങ്കിൽ ആ സസ്പെൻഷൻ നടപടി സ്വമേധയാ റദ്ദാകും എന്ന് നിങ്ങളുടെ ഭരണഘടന പറയുന്നില്ലേ? എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളുടെ ഭരണഘടന പ്രകാരം സ്വമേധയാ റദ്ദായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്വമേധയായി റദ്ദായി എന്ന ആത്മവിശ്വാസത്തിലും കോൺഗ്രസ് നേതാക്കന്മാർ നൽകിയ പിന്തുണയിലും ഇന്നലെ തന്നെ ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ പിന്തുണയിൽ നമ്മൾ കണ്ടതാണല്ലോ പരസ്യമായിട്ട്. ഇപ്പോഴും കേരളത്തിലെ UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ നമ്മൾ കാണുകയാണല്ലോ. ആ പിന്തുണയിൽ നിന്നുകൊണ്ട് താനിപ്പോൾ കോൺഗ്രസിൻ്റെ യാതൊരു രീതിയിലുള്ള അച്ചടക്ക നടപടിയുടെയും ബാധ്യസ്ഥനല്ല. കാരണം ഒരു മാസം കഴിയുമ്പോൾ അതെല്ലാം ഭരണഘടനാ പ്രകാരം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീട് കയറും, ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, സ്ഥാനാർത്ഥിയുടെ കൂടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകും, കോൺഗ്രസിൻ്റെ സകല പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും എന്ന് പറഞ്ഞു നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പേരിൽ നിങ്ങളുടെ ഭരണഘടനയെ പോലും ഒരു മറയാക്കി വെച്ച് അല്ലെങ്കിൽ ആ ഭരണഘടനയെ പോലും പിച്ചു ചീന്തി എറിഞ്ഞ് ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? അത് നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മറയ്ക്കാമെന്നാണോ കരുതുന്നത്? നിങ്ങൾ നൽകിയ പരതായ സംരക്ഷണങ്ങളുണ്ട്. നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ അട്ടിമറിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തി നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിച്ചത്. അപ്പോൾ നിങ്ങൾ കാഴ്ചക്കാരായിരുന്നു. നിങ്ങളിങ്ങനെ കാഴ്ചക്കാരായി നിന്ന് ഒരു ക്രിമിനലിനെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് എന്നത് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് താൻ ഒന്നിനും വിധേയനല്ല, എന്തും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ആ കുട്ടിയോട് നിന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് നിമിഷങ്ങൾ മതി എന്നുൾപ്പെടെ പറയാൻ വേണ്ടി കഴിയുന്നത്. അതിനെയൊക്കെ നിങ്ങൾ കോൺഗ്രസിനെ വെച്ച് ന്യായീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭരണഘടന നിങ്ങൾക്ക് എതിരാണ് എന്ന് കോൺഗ്രസ് കരുതണം.